തൃശൂരിൽ CPIM പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ച ബോർഡിൽ പൂമാല ചാർത്തി BJP പ്രവർത്തകർ. വിവരങ്ങളുമായി ജെയ്സൺ ചാമളപ്പിൽ നമുക്കൊപ്പം. ജെയ്സൺ ചാമളപ്പിൽ, ഇന്നലെ കരിയോയിലെങ്കിൽ ഇന്ന് ആ കരിയോയിൽ ഒഴിച്ച ഇടമൊക്കെ വൃത്തിയാക്കി പൂമാല ചാർത്തുകയാണോ? സുജയ, തീർച്ചയായും ഇന്നലെ വൈകിട്ടാണ് കരിയോയിൽ ഒഴിക്കുന്ന സ്ഥിതിയുണ്ടായത്. ഇന്ന് BJPയുടെ 2 പ്രവർത്തകർ എത്തി ആ ഇന്ന് രാവിലെ തന്നെ അത് ക്ലീൻ ചെയ്തിരുന്നു. അതിനുശേഷം പൂമാല ചാർത്തിയിട്ടാണ് ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുന്നത്. സുരേഷ് ഗോപി ഓഫീസിൽ എത്തിയ സമയത്താണ് ഇത്തരമൊരു പൂമാല ചാർത്തൽ നടന്നത്. ഇത്തരത്തിൽ കൊണ്ടും കൊടുത്തുമാണ് ഇപ്പോൾ തൃശ്ശൂരിലെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഇതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടായിരുന്നു. ഇന്നലെ അതിൻ്റെ പീക്കിലെത്തി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരുന്ന BJPയുടെ മാർച്ച്, വലിയ ബന്ദോബസ്താണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. കമ്മീഷണർ ഓഫീസിലേക്കുള്ള മാർച്ചാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വന്നാൽ വലിയ രീതിയിൽ ബാരിക്കേഡുകളെല്ലാം സ്ഥാപിച്ചുകൊണ്ട് നിരവധി പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചുകൊണ്ട് എല്ലാം ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. BJPയുടെ മാർച്ച് പഴയ നടക്കാവിൽ നിന്ന് ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കെ സുരേന്ദ്രൻ, മുൻ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ മാർച്ചിൽ പങ്കെടുക്കും. ആ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഏറ്റവും രസകരമായ കാര്യം, നേരത്തെ സുജയ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇന്നലെ വൈകിട്ട് കരിയോയിലെങ്കിൽ ഇന്ന് രാവിലെ പൂമാല ഇനിയിപ്പോൾ പ്രതിഷേധ മാർച്ചാണ്. സുരേഷ് ഗോപി പ്രതികരിക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. പറയേണ്ട ഇടത്താണ് പറയേണ്ടത് എന്നതാണ് സുരേഷ് ഗോപിയുടെ തീരുമാനം.